ആദ്യത്തെ കാന്താര when it started as a Kannada movie, very normal small Kannada movie, but it changed everyone's life. Whoever worked in that movie, everyone's life was changed. അന്ന് ഋഷഭ് ഷെട്ടി കൊച്ചിയിൽ നിക്സിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഓടി നടന്ന് പരിചയപ്പെടുത്തിയത് കന്നഡയിലെ ബിഗ്ഗസ്റ്റ് ഡയറക്ടറാണ്, ആക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തി ഞാൻ. ഹലോ. ഇത് കഴിഞ്ഞ് ഞാൻ കട്ട് ടു പാർട്ട് 2 ചാപ്റ്റർ 1 നമ്മുടെ മിക്സി വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കും ഒരു ഫോട്ടോ. സോ ദാറ്റ് ഈസ് 150 പേരാണ് ഫോട്ടോ എടുത്താന്ന് വന്നിട്ട്. പുള്ളി ഇങ്ങനെ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈശ്വര, ഇത് അന്ന് ഞാൻ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പുള്ളിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും വലിയൊരു നടനാണ്, എനിക്ക് ഐ നോ ഹിം. സോ ബട്ട് ഡിഫറൻസസ് ഒരു വെള്ളിയാഴ്ച കംപ്ലീറ്റ് കഥയും മാറി. എല്ലാം സ്ട്രെസ്. 3 ദിവസം 4 ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ 1000 തോക്കുകളില്ല എൻ്റെ തലയിൽ. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ മുഴുവൻ തോക്കാം. ഇപ്പോൾ ഫുൾ ഇങ്ങനെ മെഷീൻ ഗൺസൊക്കെ വെച്ചുകൊണ്ടോ നിൽക്കുന്നത്. എപ്പത്തരും ഇത് മാത്രം കേൾക്കുന്നത്. ഒരു സൗണ്ട് ടെക്നീഷ്യൻ എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ചാലഞ്ചസ് ടൈം കൺസ്ട്രെയിൻസ് ആണ്. Time constraints is a major problem. Seriously speaking, ഞാനത് നേരത്തെ മറ്റേ എമ്പുരാൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 15 ദിവസത്തിൽ പ്രൊമോഷൻസിന് ഉൾപ്പെടെ ഞാനുണ്ടായിരുന്നു. എനിക്കൊരിക്കലും പ്രൊമോഷൻ എന്താണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു ഓഡിയോ ലോഞ്ചിന് ഞാൻ പോയിട്ടില്ല. എന്താ റീസൺ എന്ന് വെച്ചാൽ ഈ ഓഡിയോ ലോഞ്ച് നടക്കുന്ന സമയത്ത് ഞാനിവിടെ മരിച്ചിടന്ന് വർക്ക് ചെയ്തിരിക്കും. അത് തലേദിവസം വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അപ്പോഴാണ് തീരുന്നത്. അത് നിൽക്കുന്ന ആ ഫോട്ടോ എടുത്ത് ടൈമിംഗ് ഒക്കെ നോക്കണം. 3 മണി, വെളുപ്പിന് 3 മണി 4 മണി ഇങ്ങനെ പോയി വിട്ടാൽ മതി ഉറങ്ങാമെന്ന് പറയുന്നത് നിൽക്കുന്ന അവസ്ഥയാണ്. സോഫയിലാണ് കിടക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാന്താര വർക്ക് ചെയ്തപ്പോൾ 25 ദിവസം ഓൾമോസ്റ്റ് ലൈക്ക് 24 hours സ്റ്റോപ്പ് ചെയ്തില്ല. സിസ്റ്റം സ്റ്റോപ്പല്ല. ഞാൻ ഉറങ്ങുന്നതൊക്കെ പറഞ്ഞാൽ ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങും. അപ്പോൾ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യും. ഞാൻ 3 ദിവസം എൻ്റെ ഡ്രസ്സ് പോലും മാറ്റാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 days കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ചേഞ്ചിങ് മൈ ഡ്രസ്സ്. അതൊക്കെ ഭയങ്കര സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് സ്വീറ്റ്. എനിക്ക് സ്ട്രെസ് കൂടുമ്പോൾ സ്വീറ്റ്സ് തിന്നും. അപ്പം ഫണ്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബാർ ഓഫ് ചോക്ലേറ്റ് വാങ്ങിച്ച് സൈഡിൽ വെച്ചിട്ട് അപ്പം ഫസ്റ്റ് ഡേ വെൻ ഹി കെയിം ഞാൻ ഓൾറെഡി സ്ട്രെസ്സിലാണ്. അപ്പോഴാണ് ഋഷഭ് വരുന്നത്. ഹേ സാർ, ഡോണ്ട് ഈറ്റ് ദിസ് മച്ച് ഓഫ് ചോക്ലേറ്റ് എന്നൊക്കെ ഭയങ്കര ഉപദേശം. എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഉപദേശിക്കുക. ഇത്രയും ചോക്ലേറ്റ് ഒന്നും കഴിക്കരുത്, ആരോഗ്യം നോക്കണം, മറ്റൊന്ന് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉപദേശം, ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ബാഗ് ഓഫ് ചോക്ലേറ്റ് ഇട്ട് വരും. ഇത് വർക്കാവോ നോക്കട്ടെ പുള്ളി. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ സ്ട്രെസ്സാണ്. സോ അപ്പം ഞാൻ എന്നിട്ട് പുള്ളിയെ കളിയാക്കുകയാണ് എന്നെ പഠിപ്പിക്കാൻ വന്നിട്ട്. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺട്രാക്ട് ഒന്നും വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടണം? ദിസ് പ്ലാനിങ് ഓഫ് ഫിനിഷിംഗ് ദിസ് പ്രോജക്റ്റ് വാസ് ഓഗസ്റ്റ്. കാന്താര അത് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്ലാനിങ്? 5 or 6 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കുന്താപ്പൂർ വരെ പോയി പ്ലാനിങ്ങിന് വേണ്ടി മാത്രം. പ്രൊഡ്യൂസർ ഫുൾ ഇതേപോലെ റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് പേപ്പറിലൊക്കെ എഴുതി ഇന്ന ഡേറ്റിൽ നമ്മൾ പിക്ചർ തരും, ഇന്ന ഡേറ്റ്. ഇതെല്ലാം മാറി അവസാനം ഒക്ടോബർ മാസം മറ്റേ ഞാൻ പറഞ്ഞില്ലേ 3 റിലീസ് കഴിഞ്ഞതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ട് ഔട്ട് കൊടുക്കും. സോ ഈവൻ പിക്ചർ വേഴ്സൺ ഓൾറെഡി there's lot of work happening behind. അതിൻ്റെ പെർഫെക്ഷൻ സ്റ്റേജിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ആക്കുന്ന ഓരോ മണിക്കൂറിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പ്രൊഡ്യൂസറിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ബട്ട് വി ആർ there to help the producer. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വി വിൽ ജസ്റ്റ് നമ്മൾ പുള്ളിയുടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവരുടെ എൻ്റെ ടീം നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് എത്തുമ്പോൾ ഉറക്കം നമുക്ക്. പക്ഷേ ഫോർ ദം ദ എൻ്റയർ ടീം ഐ വിൽ സേ ഇറ്റ്സ് ദെയർ മൂവി. ആസ് എ ടെക്നീഷ്യൻ ലൈക്ക് മീ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഐ എം സ്ട്രേറ്റ് അവേ എൻട്രിങ് ഇൻ ടു ദ നെക്സ്റ്റ് പ്രോജക്റ്റ്. ദ നെക്സ്റ്റ് പ്രോജക്റ്റ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ആ പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേ അടുത്ത പ്രോജക്റ്റോട്ട് കയറുന്നു. ബട്ട് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ഡു എ മൂവി മേ ബി ആഫ്റ്റർ 2 years, ബട്ട് നോട്ട് മീ. ഞാൻ അടുത്ത ദിവസം ഐ എം ഇൻ ദാറ്റ് സ്റ്റുഡിയോ ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് ഡേ ഐ എം സ്വിച്ചിങ് ഇൻ ടു ദ നെക്സ്റ്റ്. സോ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് എന്നെപ്പോലുള്ള ടെക്നീഷ്യൻസ് എന്തായാലും മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കും. ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ഫിലിംസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉണ്ടാവാറുണ്ടോ?
ഉണ്ട്. രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമ, രാത്രി ഒരു സിനിമ, അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ തീരത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ആം ഇൻ എ ക്ലാഷ് റൈറ്റ് നൗ. വിലായത്ത് ബുദ്ധ ഈസ് റിലീസിങ് ഓൺ 21st and Kalangaval is releasing on 27th. So both movie I am working. So I have to split myself, like into two. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒരേ ടൈമിൽ ഇറങ്ങേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇതേപോലുള്ള സിനിമകൾ എന്തായാലും ഈ കമ്മിറ്റ് ചെയ്തിട്ട് ഈ രണ്ട് സിനിമയും കമ്മിറ്റ് ചെയ്യുന്ന ഏതോ ഏജസ് ബിഫോറാണ്. I never thought when I commit that movie it is going to come together. So that is not predictable at all. അപ്പോൾ അത് പ്രഡിക്റ്റബിൾ അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഇപ്പോൾ മലയാളത്തിലായതുകൊണ്ടാണ് 2 ഡേറ്റ്, ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ക്ലാഷ് ഒരു വീക്ക് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതേ സമയം ഞാൻ ഇന്ത്യൻ മൂവി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എല്ലാ സിനിമയും ചെയ്യുന്ന ഒരാളാണ്. ഇതേ സമയത്ത് തെലുങ്ക് പടം ഉണ്ടാവും. ഇപ്രാവശ്യം ഭാഗ്യത്തിന് അതില്ല. അതുകൊണ്ട് ഞാൻ ഈ 2 പടത്തിൽ ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ കാന്താര കൊച്ചിയിൽ വന്നാൽ മിക്സ് ചെയ്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് വേറെ പടങ്ങളോട് ചെയ്യാം. സോ ഐ കാൻ ഗോ ടു ദെയർ പ്ലേസ്, സോ ദേ ഹാവ് ടു കം ഡൗൺ. സോ അങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എവറി ഫ്രൈഡേ ഒരു റിലീസ് എന്ന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ സക്സസ് ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സമയമുണ്ടോ? ഐ വിൽ ടെൽ യു, നോട്ട് ഈവൻ വൺ മൂവി ഇപ്പം നിങ്ങൾ സൂപ്പർ ഹിറ്റായിട്ട് പോകുന്നു എന്ന് പറയുന്ന സിനിമകളൊന്നും തന്നെ എനിക്ക് ആ വെള്ളിയാഴ്ച സക്സസ് ഡേ അല്ല എൻ്റെ. എനിക്ക് നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അടിവേലൊരു വേദന വരത്തില്ല. ആ വേദനയോടുകൂടിയാണ് രാവിലെ എണീക്കുന്നത്. ഇന്നെന്താണ് പണി കിട്ടാൻ. എനിക്ക് എൻ്റെ സംബന്ധിച്ച് രാവിലെ ആകുമ്പോൾ കോള് വന്നാൽ, അതായത് 11 മണിക്ക് എൻ്റെ ഫോൺ അടിച്ചാൽ ഡയറക്ടർ ഇറങ്ങി വിളിച്ചാൽ പ്രശ്നമായി, ഏതോ തിയേറ്ററിൽ സൗണ്ട് കേട്ടില്ല. ബിക്കോസ് ദേ നെവർ കോൾ ഇഫ് ഇറ്റ്സ് എ സക്സസ്. ദേ വിൽ കോൾ ഓൺലി വെൻ it is a problem. So the phone ringing on Friday is a problem for me. So every Friday it will be a painful day for me, because ഏതെങ്കിലും തിയേറ്ററിൽ പ്രശ്നമുണ്ടാകും. ഞാൻ ലോക സിനിമ പോയിട്ട് ഞാൻ തിയേറ്റർ കണ്ട് ലെഫ്റ്റ് സറൗണ്ട് കംപ്ലീറ്റ്ലി വാസ് ഓഫ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. സോ ആ തിയേറ്റർ വാസ് നോട്ട് എലിജിബിൾ ടു പ്ലേ ദാറ്റ് മൂവി, ബിക്കോസ് you people are watching the movie thinking that this is a final, you are enjoying 100%. No. Not even one theatre, I will say, has 100% sound quality and picture quality. ആ സ്റ്റാൻഡർഡൈസേഷനേ ഇല്ല. എന്ന് ആ സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല തിയേറ്ററിൽ, ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങളൊരു സിനിമ മോശം സിനിമ എന്ന് നിങ്ങൾ പറയുന്ന ഒരു സിനിമ നിങ്ങൾ എൻ്റെ സ്റ്റുഡിയോ വന്ന് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിട്ട് പറയും കുഴപ്പമില്ല, നല്ല പടമല്ലേ. കാരണം entire experience which you are getting from cinema is through light and sound. When light and sound is reproduced the way we intend to reproduce, you will enjoy it. ഈ പ്രശ്നം OTT ഫോണിൽ സിനിമ കാണുമ്പോൾ സെയിം ഉണ്ടാവില്ലേ? ഫോണിൽ സിനിമ കാണുമ്പോഴത്തെ യു ആർ ആക്ച്വലി ലിമിറ്റിംഗ് യുവർ എൻറ്റയർ എക്സ്പീരിയൻസ് ഇൻ ടു എ സ്മോൾ എക്യുപ്മെൻറ്റ്. സോ നിങ്ങൾ ഈ എന്താ പറയുക ഇമേഴ്സീവ് സൗണ്ട് അല്ലെങ്കിൽ ഇമേഴ്സീവ് ഫിലിം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഒരിക്കലും അത് വരില്ല. നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൂഡും മാറുകയല്ലേ. നിങ്ങളുടെ ഇമോഷനിൽ നിങ്ങളിങ്ങനെ അയ്യോ ടെൻഷനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് ചായ റെഡി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോസിറ്റീവ് പോയി ചായ കുടിക്കും. സോ എഗെയിൻ യു ആർ ബ്രിങ്ങിങ് യുവർ സെൽഫ് ബാക്ക് ടു ദാറ്റ് ഇമോഷൻസ്. യു നെവർ എൻജോയ് ദാറ്റ് ദ വേ യു വിൽ എൻജോയ് ഇറ്റ് ഇൻ എ തിയേറ്റർ. സോ ഇതിൻ്റെ അകത്തുള്ള മിക്സൊക്കെ വേറെയാണ്. പക്ഷേ അതൊക്കെ ടെക്നിക്കലി വി ആർ ട്രൈങ് ടു അച്ചീവ്. നമ്മളിപ്പോഴാണല്ലോ ഇതിലോട്ട് വരുന്നത്. ഈ OTT എന്ന് പറയുന്ന കൾച്ചറിലോട്ട് വരുന്നത് വി ഇന്ത്യൻസ് കെയിം ഇൻ ടു ദിസ് കൾച്ചർ വെരി റീസെൻ്റ്ലി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോഴും എങ്ങനെ പെർഫെക്റ്റായിട്ടൊരു സൗണ്ട് നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് TV-യിൽ കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ അത് കേൾക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോഴും ഒരു എന്താ പറയണ്ടേ ചെയ്ത് എറേഴ്സ് വരുന്നു, അത് റെക്ടിഫൈ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു മൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഫോറിൻ മൂവീസ് അങ്ങനെയല്ല. അവർ ഓൾറെഡി ദേ വെർ ദെയർ ഇൻ ദാറ്റ് പ്ലാറ്റ്ഫോം ഫോർ എ ലോങ് ടൈം ബിഫോർ. അപ്പം നമ്മൾ ഇനി അത് പെർഫെക്റ്റ് ആവും. നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് ഇപ്പം പല ഗാഡ്ജറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം ഐഫോണിൽ നമ്മൾ പടം കാണാൻ സ്പേഷ്യൽ ഓഡിയോ നിങ്ങൾക്ക് കിട്ടും. സോ വിൽ ഗെറ്റ് എ കൈൻഡ് ഓഫ് കംപ്ലീറ്റ് സ്പേഷ്യൽ ഓഡിയോ ഫീൽ നിങ്ങൾക്ക് ഐഫോണിൽ കാണുമ്പോൾ കിട്ടും. അതേപോലെ ഇനി ഗാഡ്ജറ്റ്സ് വരും. സോ അത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുന്ന പോലെ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഹെഡ്ഫോൺസ് വരുന്നുണ്ട്. സോ ഓൾ തിങ്സ് വിൽ ഹാപ്പൻ. Sorry, sound mixing എന്താണ്? Like how will you explain it to a സാധാ layman? ലേമൻ വളരെ ഈസിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ ആ ഒരു ക്ലൂ തന്നു. നമുക്കൊരു ബ്രെയിൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് അല്ലേ.
എന്ത് കേൾപ്പിക്കണം എന്ത് കേൾപ്പിക്കണ്ട. അതായത് നമ്മൾ ചെവി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് AC-യുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓണാവുന്നുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഐ വാസ് തിങ്കിങ് ലൈക്ക് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. സോ ബിക്കോസ് ഐ എം ലിസണിങ് ടു ഇറ്റ് ആൻഡ് സി ദിസ് ഗെയിം. ബട്ട് ഇതുവരെ നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, കാരണം ബിക്കോസ് യു ആർ ഓൾവേസ് യൂസ് ടു ദിസ് റൂം ആൻഡ് യുവർ ബ്രെയിൻ വിൽ ഓൾവേസ് വർക്ക് ടു കട്ട് ഇറ്റ് ഓഫ്. നിങ്ങൾ എന്നെ ഫോക്കസ് ചെയ്യാനായിട്ട്, ആ നോയ്സ് കട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. സോ ഈ സംഭവം സിനിമ കാണുന്ന സമയത്ത് ഒരിക്കലും സ്ക്രീനിൽ നിന്ന് വെളിയിൽ വരുമ്പോഴത്തെ എല്ലാം കേട്ടേ പറ്റുള്ളൂ നിങ്ങൾ. കാരണം നിങ്ങളുടെ ബ്രെയിൻ പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ് വാട്ട് എവർ ഇസ് കമ്മിങ് ഫ്രം ദർ. സോ അത് അവിടെ നിന്ന് വരുന്ന സാധനം ഈ നാച്ചുറൽ ആംബിയൻസിൽ എങ്ങനെയാണോ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, അതേപോലെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണം. ഒരു ആസ് എ മിക്സർ ഞാൻ വർക്ക് ചെയ്യണം. നിങ്ങളുടെ ചെവിയായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ചെവിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കേണ്ട സാധനം വൃത്തിയായിട്ട് കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് ഇപ്പം എന്തോ പറഞ്ഞ് എന്ന് ചോദിക്കേണ്ടി വരും. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നിങ്ങൾ കേൾക്കേണ്ടത് മാത്രം. ഇപ്പം നേരത്തെ പറഞ്ഞ 2000 ട്രാക്ക് ഓടുന്നുണ്ട്. പക്ഷേ ഈ 2000 ട്രാക്ക് ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2000 ട്രാക്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന 3-4 കാര്യങ്ങളായിരിക്കും. 2000 ട്രാക്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താണോ ഇപ്പം ആസ് എ മിക്സർ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗും നടന്നു വരുന്ന ഫുൾ സ്റ്റെപ്പ്, ആ കല്ലിൻ്റെ ഡീറ്റെയിലും മാത്രമേ ഉണ്ടായെങ്കിൽ ഞാൻ അത് മാത്രമേ കേൾപ്പിക്കുള്ളൂ. ഐ വിൽ കട്ട് ഓഫ് എവറിത്തിങ് എൽസ്. സോ ദാറ്റ് ഈസ് മിക്സിങ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്ലീനിങ് ദ എൻറ്റയർ സെഷൻ. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്താ പറയുക, പലരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും സാധനം. പക്ഷേ ഒരു ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, ഫൈനൽ മിക്സിങ്. നമ്മളൊരു കറി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ കൃത്യ അളവിൽ നമ്മൾ ഇടുക, എന്നിട്ട് യു വിൽ ഗെറ്റ് എ ഡിഷ്. അത് ടേസ്റ്റി ആണോ അല്ലയോ എന്നുള്ളത് പാട്ട് പറയും കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനത്തുള്ള ഡിസിഷൻ മേക്കിങ്സ് പലപ്പോഴും നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പം അത് എടുക്കുന്ന ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ്, നോട്ട് വിത്ത് ജസ്റ്റ് ഒരു ചുമ്മാ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല. നമ്മളൊരു സിനിമയുടെ ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കേണ്ടത്.